ഇന്ന് ഏതൊരു മനുഷ്യനും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് ഗ്യാസ് ട്രബിൾ. ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഗ്യാസ് ട്രബിൾ കൊണ്ട് ബുദ്ധിമുട്ടാത്തവരുണ്ടാവില്ല. അവർക്കുള്ള ഒരു ടിപ്പാണ് ഈ വീഡിയോയിലുള്ളത്. നല്ലൊരു ക്ലാസ് ആണ്. ആ ക്ലാസ്സിന്റെ ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ്. നിങ്ങൾ നന്നായിട്ട് കേൾക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്യാസ് ട്രബിൾ വന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷ ആളുകളുടെയും ധാരണ ഹാർട്ട് അറ്റാക്ക് ആണോ എന്നാണ്. കുറെ ആളുകൾ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു പോകുന്നതിൽ നല്ലൊരു പങ്കും ഹാർട്ട് അറ്റാക്ക് അല്ലായിരിക്കും. പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നതിൽ നല്ലൊരു പങ്കും 60-70% പലപ്പോഴും ഗ്യാസ് ട്രബിൾ കൊണ്ട് പേടിച്ചിട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ ആ ഗ്യാസ് ട്രബിളിനെ ഇല്ലാതാക്കാനാവുന്ന ചെറിയൊരു കളർ തെറാപ്പിയും മുദ്രയും എല്ലാം ഈ വീഡിയോയിലുണ്ട്. നിങ്ങൾ നന്നായിട്ട് കേൾക്കുക, മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ ഭൂരിപക്ഷം മരുന്നിന്റെ കൂടെയും നാം കൂടെ ചേർത്ത് കഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗുളികയാണ് ഗ്യാസ് ട്രബിളിനുള്ള ഗുളിക. ഹലോ എന്ന് പറഞ്ഞാല് വയറ്റിൽ നിന്ന് നന്നായിട്ട് പോയില്ലെങ്കിൽ, ഇപ്പൊ എനിക്കൊരു ചെറിയ എമ്പക്കം പോലെ പോയി, ഇത് മുകളിലേക്ക് പോയ ഗ്യാസാണ്. അത് തടയാൻ പാടില്ല. പുറത്തേക്ക് പോകാനുള്ളതാണ്. അത് തടഞ്ഞാൽ പ്രശ്നമാണ്. താഴേക്കുള്ള ഗ്യാസ് ഉണ്ട്. അതിന്റെ പേര് 2 ടൈപ്പ് പേരുണ്ട്. ഒന്ന് വളി, ഒന്ന് കുശു. ഓക്കെ, തിരിയില്ലേ? ഒന്ന് ഉച്ചനെ പോകുമ്പോ കീഴുമായി പോകും. അതിന്റെ പേര് മലയാളത്തിൽ சொல்லும் വളി. രണ്ടാമത്തത് സൗണ്ട് ഇല്ലാതെ പോകും. അത് കുശു മലയാളത്തില്. ഓക്കെ, അപ്പോ കുശുവിന് സ്മെല്ല് കൂടുതലായിരിക്കും, മറ്റേതിനോ സൗണ്ട് കൂടുതലായിരിക്കും. രണ്ടു തമ്മിലുള്ള വ്യത്യാസമാണ്. പക്ഷെ ഇത് ഒരെണ്ണം പോയാൽ തന്നെ ഗ്യാസ് ട്രബിളിന് കുറവ് കിട്ടും. ഇത് പോകാതിരുന്നാൽ വയറ് വന്ന് കല്ലക്കും, വയറ് വന്ന് പൊമ്മാവും. ചിലപ്പോ അന്ന് കിടന്നുറങ്ങുമ്പോ ആ ഗ്യാസ് നേരെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഗ്യാസ് ഇങ്ങനെ പോയില്ലേ, ആ പോയത് തന്നെ എവിടെയോ തിങ്ങും. എയർ എലമെന്റ് എന്നാണ് നമ്മൾ അതിനെ പറയാം. എയർ എലമെന്റിന്റെ ഫ്ലോ എവിടെയോ ബ്ലോക്ക് ആവും. അപ്പൊ നെഞ്ചിന്റെ ഭാഗത്ത്, പുറത്തിന്റെ ഭാഗത്ത്, കഴുത്തിന്റെ ഭാഗത്ത്, വയറ്റില് എല്ലായിടത്തുമായിട്ട് ഭയങ്കര ഗ്യാസ് വരും. സത്യത്തിൽ ഒരിത്തിരി ഉപ്പിട്ട് വെള്ളം കുടിച്ച് വായികയിട്ട് ഛർദ്ദിച്ച് കളഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ആ ഗ്യാസ് പോകും. ആ ഗ്യാസിനാണ് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറ്. ഒറിജിനൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ നല്ലൊരു ശതമാനം ചെറിയൊരു നെഞ്ചുവേദന വരുമ്പോ തന്നെ ഓടാറുണ്ട്. പക്ഷെ ഈ ഗ്യാസിന്റെ മുകളിലേക്കുള്ള ഗ്യാസിന്റെ വേദന കൊണ്ടാണ് പലപ്പോഴും നെഞ്ചുവേദന എന്ന് പറഞ്ഞ് പോകാറ്. നന്നായിട്ട് ഓർത്താൽ മതി, ആ അന്ന് കഴിച്ച ഭക്ഷണം എന്തായിരുന്നു എന്ന് ഓർത്താൽ മതി. ഗ്യാസ് ട്രബിൾ എന്നുള്ള കളർ തെറാപ്പി ഏത് ടൈപ്പ് ഗ്യാസ് ട്രബിൾ ആണെങ്കിലും നടുവിരലിന്റെ മൂലയിൽ, മിഡിൽ ഫിംഗറിന്റെ ഈ മൂലയിൽ ഒരു ബ്ലൂ കളർ ഡോട്ട് ഇട്ട് കൊടുത്താൽ ഏത് ടൈപ്പ് ഗ്യാസ് ട്രബിളും പെട്ടെന്ന് മാറും. അതേപോലെ തന്നെ ഈ മുദ്രയും, ഇത് അത്യാവശ്യം ഗ്യാസ് ട്രബിളിനുള്ള മുദ്രയാണ്. ഈ മുദ്ര പിടിക്കുകയും ചെയ്യാം. മിഡിൽ ഫിംഗറിന്റെ മൂലയിൽ, ചൂണ്ടുവിരലിനോട് ചേർന്ന ഈ മൂലയിൽ സ്കെച്ച് പെൻ വെച്ചിട്ട് ഒരു ബ്ലൂ ഡോട്ട് ഇട്ട് കൊടുക്കുക. ആ ബ്ലൂ ഡോട്ട് ഇട്ട് കൊടുത്താൽ ഗ്യാസ് ട്രബിൾ മാറും. എത്ര വലിയ ഗ്യാസ് ട്രബിൾ ആണെങ്കിലും ചിലപ്പോൾ 4-5 മിനിറ്റ് കൊണ്ട് പൊക്കോളും. ഈ നഖത്തിന്റെ ഇവിടെ നിന്ന് നേരെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മടക്കിയാൽ ഇവിടെ ഈ മൂലയിലാണ് നമ്മൾ ഈ ബ്ലൂ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു ഡോട്ട് ഈ മൂലയിൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഗ്യാസ് ട്രബിളിന് ഇത് മാത്രം മതിയാവും. വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഗ്യാസ് ട്രബിൾ മാറാൻ ഈ ഒരു കളർ തെറാപ്പി മാത്രം മതിയാവും. ഈ മുദ്ര ചൂണ്ടുവിരലിന്റെ തുമ്പ് തള്ളവിരലിന്റെ കടഭാഗത്തുള്ള ഈ ലൈനിലാണ് ടച്ച് ചെയ്യേണ്ടത്. ഇതിന്റെ വായുമുദ്ര എന്നാണ് പറയാം. ഈ മുദ്ര നമുക്ക് മുകളിലേക്കുള്ള ഗ്യാസ്, നമ്മൾ ഏമ്പക്കം വരുന്ന പോലുള്ള ആ ഗ്യാസ് ഉണ്ടല്ലോ, ആ നെഞ്ചിൽ കെട്ടിയിട്ടുള്ള ഗ്യാസ്, കഴുത്തിലേക്ക് ഇറങ്ങുന്ന ആഞ്ചിന പെയിൻ പോലുള്ള ഗ്യാസുകൾ, നെഞ്ചിന്റെ നേരെ ബാക്ക് സൈഡിൽ ഉണ്ടാവുന്ന വേദന, കൈപ്പല ഭാഗത്തൊക്കെ ഉണ്ടാവുന്ന ഗ്യാസിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആണെന്ന് പലപ്പോഴും അത് തോന്നൂല. എന്തോ ഒരു ഇടങ്ങേറ് വേദന ആയിട്ടൊക്കെ തോന്നുക. ആ ഗ്യാസിന് ഈ മുദ്ര നല്ലതാണ്. എന്നാൽ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള മുദ്ര ഇതാണ്. വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഈ മുദ്രയാണ് പിടിക്കേണ്ടത്. ഇനി അത് രണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതും കൂടിയാണ് പിടിക്കുക. വായുമുദ്രയും അപാൻ മുദ്രയും, ഇത് രണ്ടും കൂടി പിടിക്കുമ്പോൾ അപാൻ വായു മുദ്രയാവും. അപ്പോൾ വയറ് സംബന്ധമുള്ളതാണെങ്കിൽ താഴേക്ക് പോകേണ്ടത് താഴേക്ക് പൊക്കോളും. അപ്പോൾ താഴേക്കുള്ള ഗ്യാസിനും മുകളിലേക്കുള്ള ഗ്യാസിനും കൂടി ആകുമ്പോൾ എല്ലാ ടൈപ്പ് ഗ്യാസ് ട്രബിളും മാറും. മുദ്രകൾ 15 മിനിറ്റ് വെച്ച് 3 നേരം ചെയ്താൽ മതി. 15 മിനിറ്റ് വെച്ച് 3 നേരം പിടിക്കാം, സ്ഥിരമായിട്ട് ഗ്യാസ് ട്രബിൾ ഉള്ള ആളാണെങ്കിൽ. അതല്ല അപ്പോൾ വന്ന ഗ്യാസ് ട്രബിൾ ആണെങ്കിൽ ഒരു 3/4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പിടിക്കാം. ഇനി കളർ തെറാപ്പിയാണ് ചെയ്തതെങ്കിൽ കളർ തെറാപ്പി 3 മണിക്കൂറാണ് എൻ്റെ ടൈം. 3 മണിക്കൂർ കഴിഞ്ഞാൽ മായ്ച്ച് കളഞ്ഞേക്കണം. 3 മണിക്കൂറിൽ കൂടുതൽ ആ കളർ വെക്കേണ്ടതില്ല. സ്കെച്ച് പെൻ വെച്ചിട്ട് എന്താ പറയാ, ഇങ്ങനെയൊക്കെ നടക്കാൻ എന്നാൽ മെഡിക്കൽ ഷോപ്പ് കൂട്ടി പോകുമെന്ന് ചോദിച്ച് കമന്റ് ചെയ്യാൻ വരുന്ന ഒരു സോറി, നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് കുടിച്ചോളൂ.
മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് കുടിക്കാതിരിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഞാനിപ്പോ പറഞ്ഞത്. വെറുതെ ട്രൈ ചെയ്ത് നോക്കുക. ഗ്യാസ് ട്രബിൾ ഉള്ളതല്ല എല്ലാവർക്കും. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിലോ അപ്പൊ ആ മുദ്രയും അതോടൊപ്പം ആ കളർ തെറാപ്പിയോടും ചെയ്യുമ്പോൾ ഗ്യാസ് ട്രബിൾ മാറണമെങ്കിൽ പിന്നെ ഗ്യാസ് ട്രബിളിന് വേറൊരു മരുന്നിന്റെ ആവശ്യമില്ല. ഈ ഒരു സ്കെച്ച് പെന്നുകൊണ്ടൊക്കെ മാറുമെന്ന് ചോദിക്കുന്നവർക്ക് മറുപടി, മാറിയവരുടെ മറുപടിയാണ് കമന്റ് ബോക്സിൽ വരേണ്ടത്.